2024 ജനുവരിയിൽ നടന്ന +2 മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ പരീക്ഷയിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ലാബ് 1 വാല്യൂ ഓഫ് ഫങ്ഷൻസ്. ഒന്നാമത്തെ ലാബിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫോളോ ദി ഡയറക്ഷൻസ് ഗിവൺ ബിലോ ആൻഡ് കൺസ്ട്രക്റ്റ് എ ജിയോജിബ്ര ആപ്ലെറ്റ്. തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒരു ജിയോജിബ്ര ആപ്ലെറ്റ് ഉണ്ടാക്കാനുള്ള ചോദ്യമാണിത്. നമുക്ക് നിർദ്ദേശങ്ങൾ നോക്കാം. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ f(x)=x³. അപ്പോൾ f(x)=x³ എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതിന് കൊടുക്കേണ്ട ഇൻപുട്ട് കമാൻഡ് ഇവിടെ നൽകിയിട്ടുണ്ട്, f(x)=x∩3. അപ്പോൾ f(x)=x∩3 എന്ന് ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്താൽ മതി. ഇവിടെ f(x) എന്ന് ടൈപ്പ് ചെയ്യണമെന്നില്ല, വെറുതെ x∩3 എന്ന് ടൈപ്പ് ചെയ്താൽ മതി. കമ്പ്യൂട്ടർ f(x) എന്നതിന് പേര് കൊടുത്തോളും. അപ്പോൾ നമുക്ക് ജിയോജിബ്ര വിൻഡോ എടുത്ത് ഇവിടെ താഴെ ഇൻപുട്ട് ബാറിൽ x∩3 എന്ന് ടൈപ്പ് ചെയ്യുന്നു. x∩3 എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. നോക്കുക, ഓൾജിബ്രയിൽ f(x)=x³ എന്ന് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത നിർദ്ദേശം നോക്കാം. ക്രിയേറ്റ് എ സ്ലൈഡർ എ വിത്ത് മിനിമം -10, മാക്സിമം 10 ആൻഡ് ഇൻക്രിമെൻറ്റ് 0.1. അപ്പോൾ ഒരു സ്ലൈഡർ ഉണ്ടാക്കണം. സ്ലൈഡറിൻ്റെ പേര് എ ആണ്. മിനിമം വാല്യൂ -10, മാക്സിമം വാല്യൂ 10, ഇൻക്രിമെൻറ്റ് 0.1. അപ്പോൾ നമുക്ക് ജിയോജിബ്ര വിൻഡോയിൽ സ്ലൈഡർ ഉണ്ടാക്കാനുള്ള ടൂൾ എടുക്കാം. നോക്കുക, ഇവിടെ ഈ സെക്കൻഡ് ലാസ്റ്റ് ടൂൾ ബോക്സിൽ ആദ്യത്തേത് ആണ് സ്ലൈഡർ. അപ്പോൾ സ്ലൈഡറിൻ്റെ ടൂൾ ആക്റ്റീവ് ആക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ദെൻ ആക്റ്റീവായ ടൂളിന് ചുറ്റും ഒരു നീല കളർ ഉണ്ടാവും. നമുക്ക് ഈ ബ്ലാങ്ക് സ്പേസ് ക്ലിക്ക് ചെയ്യാം. സ്ലൈഡറിന് പേര് വന്നിരിക്കുന്നത് ഡിഫോൾട്ടായിട്ട് എന്ന് തന്നെയാണ്. മിനിമം വാല്യൂ, മാക്സിമം വാല്യൂ, ഇൻക്രിമെൻറ്റും നമ്മൾ കൊടുക്കണം. മിനിമം വാല്യൂ -5 ആണ്, അത് മാറ്റി -10 ആക്കണം. മാക്സിമം വാല്യൂ 5 എന്നുള്ളത് മാറ്റി 10 ആക്കി. ഇൻക്രിമെൻറ്റ് കൊടുക്കുക. ഇൻക്രിമെൻറ്റ് 0.1 കൊടുക്കുക. ദെൻ ഓക്കെ കൊടുക്കുന്നു. ദെൻ സ്ലൈഡർ എത്തി. നിലവിലുള്ള സ്ലൈഡറിൻ്റെ വാല്യൂ ഇവിടെ ഓൾജിബ്ര വിൻഡോയിൽ കാണിച്ചിട്ടുണ്ട്. ദെൻ അടുത്ത സ്റ്റെപ്പ് നോക്കുക. പ്ലോട്ട് ദി പോയിൻറ്റ്സ് a = a0, b = a(f)(a) ആൻഡ് c = 0(f)(a). ഇത് മൂന്നും കൂടെ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഓരോന്നായിട്ട് വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ a = a0 എന്ന് ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാപിറ്റൽ എ പേരാണ്, അതുകൊണ്ട് ക്യാപിറ്റൽ എ കൊടുക്കുക. ക്യാപിറ്റൽ എ = ബ്രാക്കറ്റിനുള്ളിൽ a,0 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഗ്രാഫിക്സിൽ എ എന്നുള്ള പോയിന്റ് വന്നു. ഇവിടെ ഓൾജിബ്ര വിൻഡോയിൽ a = 10 എന്ന് വന്നു. ഇവിടെ സ്മോൾ എയുടെ വാല്യൂ 1 ആയതുകൊണ്ടാണ് ഇവിടെ 10 വന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കുക, എന്താണ്? b = a(f)(a). നമുക്ക് ഇതേ രീതിയിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ക്യാപിറ്റൽ B = ബ്രാക്കറ്റിനുള്ളിൽ a,f(a) എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. ബി എന്ന പോയിന്റ് വന്നു കഴിഞ്ഞ് ബിയുടെ കോർഡിനേറ്റ്സ് നോക്കുക. b = 1, 1. സ്മോൾ എയുടെ വാല്യൂ 1 ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അടുത്ത പോയിന്റ് നോക്കുക, c = 0(f)(a). നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ക്യാപിറ്റൽ C = 0,f(a). ടൈപ്പ് ചെയ്യുക. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. സി എന്നുള്ള പോയിൻറ്റും വന്നു കഴിഞ്ഞു. സിയുടെ കോർഡിനേറ്റ്സ്, നിലവിലുള്ള കോർഡിനേറ്റ്സ് 0, 1 വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് നോക്കാം. ഡ്രോ ദി ലൈൻ സെഗ്മെൻറ്റ്സ് AB ആൻഡ് BC. അപ്പോൾ ABയും BC രണ്ട് ലൈൻ സെഗ്മെൻറ്റുകൾ വരയ്ക്കണം. ലൈൻ സെഗ്മെൻറ്റിൻ്റെ ടൂള് നോക്കുക. ഇവിടെ മൂന്നാമത്തെ ലൈൻ എന്നുള്ളതിനകത്തെ രണ്ടാമത്തെ ടൂള് സെഗ്മെൻറ്റ് നോക്കുക. അതാണ് ലൈൻ സെഗ്മെൻറ്റിൻ്റെ ടൂള് സെലക്ട് ചെയ്യുക. ദെൻ മൗസ് പോയിൻ്റർ ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. സെലക്ട് 2 പോയിൻറ്റ്സ്. അപ്പോൾ AB വരയ്ക്കണമെങ്കിൽ ആദ്യം A ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം BA. അപ്പോൾ AB ആയി. ഇനി BC വരയ്ക്കാൻ BA വീണ്ടും ക്ലിക്ക് ചെയ്യുക. ദെൻ BC ആയി. ഇനി നമുക്ക് ടൂളൊന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് ഈ ഫിഗർ ഒന്ന് വലുതാക്കിയാലോ? ഒരല്പം വലുതാക്കുക. ദെൻ ഇനി നമുക്ക് ലൈൻ സെഗ്മെൻറ്റുകൾ വരച്ചു. ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സസ് ഫോർ F ആൻഡ് A. എഫിന് വയ്ക്ക് ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കണം. അപ്പോൾ ഇൻപുട്ട് ബോക്സിൻ്റെ ടൂൾ നോക്കുക. ഈ സ്ലൈഡറിന് നമ്മളെടുത്ത അതേ
സെക്ഷനിലെ ലാസ്റ്റ് ടൂളാണ് ഇൻപുട്ട് ബോക്സ്. അപ്പോൾ ഇൻപുട്ട് ബോക്സിൻ്റെ ടൂൾ സെലക്ട് ചെയ്യുന്നു. ദെൻ ആദ്യത്തെ ഇൻപുട്ട് ബോക്സ് എഫിന് വേണ്ടിയാണ്. അപ്പോൾ ഈ ബ്ലാങ്ക് സ്പേസ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. എഫിന് വേണ്ടി ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കുന്നതുകൊണ്ട് ക്യാപ്ഷൻ ഒന്നുകിൽ ഫംഗ്ഷൻ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ എഫ് എന്ന് കൊടുത്താൽ മതി. അതായിരിക്കും നമുക്ക് സൗകര്യം. എഫ് എന്ന് കൊടുക്കുക. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എഫിന് വേണ്ടിയാണ്. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്, അതാണ് ലിങ്ക്ഡ് ഒബ്ജക്റ്റ്. ഓക്കെ കൊടുക്കുക. ഇനി എയ്ക്ക് വേണ്ടിയും ഈ സ്ലൈഡർ വാല്യൂ മാറാനും നമുക്കൊരു ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടൂൾ ആക്റ്റീവാണ്, അതുകൊണ്ട് വീണ്ടും ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എക്ക് വേണ്ടിയാണ്. അപ്പോൾ എ എന്ന് കൊടുക്കാം. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് സ്മോൾ എ. ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ജിയോജിബ്ര ആപ്ലെറ്റ് കംപ്ലീറ്റ് ആയി. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. യൂസിങ് എബോവ് ആപ്ലെറ്റ് ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഓൺലി വൺ ഹാവിങ് ടിക്ക് മാർക്ക് ഫ്രം ദി ഫോളോയിങ്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആപ്ലെറ്റ് ഉപയോഗിച്ച് ഇവിടെ 3 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ടിക്ക് മാർക്ക് ഉണ്ടാവും. അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിത് 3 ചെയ്ത് നോക്കാം. ആദ്യത്തേത് നോക്കുക, 1.2 ക്യൂബ്. അപ്പോൾ ഇപ്പോഴുണ്ടാക്കിയ ആപ്ലെറ്റ് ഉപയോഗിച്ച് 1.2ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കണം. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴത്തെ ഫംഗ്ഷൻ ഏതാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബാണ്. എക്സ് ക്യൂബിൻ്റെ ഗ്രാഫാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അതുപയോഗിച്ച് വേണം 1.2ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടെ എയ്ക്ക് പകരം 1.2 എന്ന് കൊടുക്കുക. എയുടെ വാല്യൂ 1.2 ആക്കുക. എയ്ക്ക് 1.2 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യണം. ഇപ്പോൾ നോക്കുക, ബി എന്ന പോയിൻ്റ്, ആ പോയിൻ്റാണ് ഗ്രാഫിലുള്ളത്. ആ ബിയുടെ കോർഡിനേറ്റ്സ് നോക്കുക. ബിയുടെ കോർഡിനേറ്റ്സ് എക്സ് കോർഡിനേറ്റ് 1.2ഉം വൈ കോർഡിനേറ്റ് 1.73ഉമാണ്. ഈ ബിയുടെ വൈ കോർഡിനേറ്റ് ഈ ഗ്രാഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബിൻ്റെയാണ്. അതുകൊണ്ട് ഗ്രാഫിലെ ഏത് പോയിൻറ്റിൻ്റെയും എക്സ് കോർഡിനേറ്റിൻ്റെ ക്യൂബ് ആയിരിക്കും അതിൻ്റെ വൈ കോർഡിനേറ്റ്. ഓർക്കുക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് ആയതുകൊണ്ട് ആ ഗ്രാഫിലെ ഏത് പോയിൻറ്റിൻ്റെയും എക്സ് കോർഡിനേറ്റിൻ്റെ ക്യൂബ് ആയിരിക്കും വൈ കോർഡിനേറ്റ്. ഇവിടെ ബിയുടെ എക്സ് കോർഡിനേറ്റ് 1.2 കിട്ടി. അപ്പോൾ ബിയുടെ വൈ കോർഡിനേറ്റാണ് 1.2ൻ്റെ ക്യൂബ്. അതായത് 1.73 ആണ് 1.2ൻ്റെ ക്യൂബ്. ഇനി നമുക്ക് ഓൾജിബ്രയിൽ നിന്ന് ഈ വാല്യൂ കിട്ടും. നമുക്ക് വേണമെങ്കിൽ സൗകര്യത്തിനായിട്ട് നമുക്കിവിടെ ബിയുടെ കോർഡിനേറ്റ്സ് ഈ പോയിൻറ്റിനോടൊപ്പം നമുക്ക് കാണിക്കാം. അതിനായിട്ട് ബിയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ ചെല്ലുക. അവിടെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ ഈ ഷോ ലേബൽ, ഇത് അല്പം ഇങ്ങോട്ട് മാറ്റിയാൽ കാണാം. ഈ ലേബലിൻ്റെ ഇവിടെ നെയിം എന്നുള്ളത് നെയിം ആൻഡ് വാല്യൂ ആക്കി മാറ്റുക. അപ്പോൾ ബിയോടൊപ്പം തന്നെ നമുക്ക് ബിയുടെ വൈ കോർഡിനേറ്റും കാണാം. ദെൻ അപ്പോൾ ബിയുടെ എക്സ് കോർഡിനേറ്റ് 1.2ഉം വൈ കോർഡിനേറ്റ് 1.73. 1.2ൻ്റെ ക്യൂബ് 1.73 ആണ്. അപ്പോൾ നമ്മൾ ആൻസർ എടുത്ത് എഴുതാം. 1.2 ക്യൂബ് ഈക്വൽ ടു 1.73. ഇനി അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, 1.5ൻ്റെ ക്യൂബ്. അത് കാണാൻ എന്ത് ചെയ്യണം? 1.5ൻ്റെ ക്യൂബ് കാണാനായിട്ട് എയുടെ വാല്യൂ 1.5 ആക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ദെൻ പോയിൻ്റ് മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ ബിയുടെ എക്സ് കോർഡിനേറ്റ് 1.5 ആയി. ബിയുടെ വൈ കോർഡിനേറ്റ് ആണ് 1.5ൻ്റെ ക്യൂബ്. അതായത് 3.38 ആണ് 1.5ൻ്റെ ക്യൂബ്. അപ്പോൾ 1.5 ക്യൂബ് ഈക്വൽ ടു 3.38 എന്ന് എടുത്തെഴുതാം. അടുത്തത് നോക്കുക, 1.1ൻ്റെ ക്യൂബാണ് കാണുന്നത്. എയുടെ വാല്യൂ 1.1 ആക്കിയാൽ മതി. എൻ്റർ കീ പ്രസ് ചെയ്യുക. ദെൻ ഗ്രാഫിലെ പോയിൻ്റാണ് ബി. ആ ബിയുടെ എക്സ് കോർഡിനേറ്റ് 1.1ഉം വൈ കോർഡിനേറ്റ് 1.33ഉമാണ്. അപ്പോൾ 1.1ൻ്റെ ക്യൂബ് 1.33 ആണ്. എടുത്തെഴുതാം. 1.1 ക്യൂബ് ഈക്വൽ ടു 1.33. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് നോക്കുക. യൂസിങ് എബോവ് ആപ്ലെറ്റ് ആൻസർ ഓൺലി വൺ ക്വസ്റ്റ്യൻ ഹാവിങ് ടിക്ക് മാർക്ക് ഫ്രം ദി ഫോളോയിങ്. ഇവിടെ ഈ 3 ഓപ്ഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണത്തിന് ടിക്ക് മാർക്ക് ഉണ്ടാവും. അത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കുക. റൈറ്റ് ദി മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ആൻ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് cos 2.4 ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ. അപ്പോൾ cos 2.4ൻ്റെ ഏകദേശ വില കാണുന്നതിനുള്ള മെത്തേഡ് എഴുതണം. അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം മെത്തേഡ് എഴുതാം. നോക്കുക, cos 2.4ൻ്റെ വാല്യൂ ആണ് കാണുന്നത്. നിലവിൽ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബാണ്. നമ്മൾ ആ ഫംഗ്ഷൻ മാറ്റി cos എക്സിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്യണം? ഫംഗ്ഷൻ മാറ്റി cos എക്സ് ആക്കണം. അപ്പോൾ ഇവിടെ ഇൻപുട്ട് ബോക്സിനകത്ത് എക്സ് ക്യൂബ് എന്നുള്ളത് മാറ്റി cos എക്സ് ആക്കുക. കോസിൻ്റെ വാല്യൂ ആണ് അതുകൊണ്ട് cos എക്സ് എന്ന ഫംഗ്ഷൻ മാറ്റി കൊടുക്കുക. cos എക്സ് കൊടുത്തു. ഇനി
അപ്പോൾ കോസ് എക്സ് എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ കോസ് എക്സിൻ്റെ ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇനി നോക്കുക, കോസ് 2.4ൻ്റെ വാല്യൂ ആണ് കണ്ടത്. എയുടെ വാല്യൂ 2.4 കൊടുക്കുക. എയുടെ വാല്യൂ 2.4 കൊടുക്കുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ കോസ് എക്സിൻ്റെ ഗ്രാഫിൽ എയുടെ വാല്യൂ 2.4 ആയി. നേരത്തെ ഇതുപോലെ തന്നെ ഗ്രാഫിലെ പോയിൻ്റാണ് ബി. ആ ബിയുടെ എക്സ് കോർഡിനേറ്റ് നോക്കുക 2.4 ആണ്. വൈ കോർഡിനേറ്റ് നോക്കുക -0.74. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഓൾജിബ്രയിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് കാണാം, -0.74. അപ്പോൾ കോസ് 2.4ൻ്റെ വാല്യൂ -0.74 ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതണം? മെത്തേഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മെത്തേഡ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മൾ എഫ് ഓഫ് എക്സിന് കൊടുത്ത വാല്യൂ എയ്ക്ക് കൊടുത്ത വാല്യൂ എടുത്തെഴുതണം. അതുപോലെ കോസ് 2.4ൻ്റെ വാല്യൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്, എ ഈക്വൽ ടു 2.4, കോസ് 2.4 ഈക്വൽ ടു -0.74. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കുക, റൈറ്റ് ദി മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ആൻ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് കോസ് 5.3 ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ. അപ്പോൾ കോസ് 5.3യുടെ വാല്യൂ ആണ് കാണുന്നത്. നമുക്ക് ഓൾറെഡി നമ്മൾ ഫംഗ്ഷൻ കോസ് എക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എയുടെ വാല്യൂ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അത് 5.3 ആക്കണം. എ മാറ്റി 5.3 കൊടുക്കുക, എൻ്റർ കീ കൊടുത്തു. ദെൻ വീണ്ടും ഗ്രാഫിലെ പോയിൻ്റായ ബി നോക്കുക. ബിയുടെ എക്സ് കോർഡിനേറ്റ് 5.3യും വൈ കോർഡിനേറ്റ് 0.55 ആണ്. അപ്പോൾ ഫംഗ്ഷൻ കോസ് എക്സിൻ്റെ ഗ്രാഫ് ആയതുകൊണ്ട് കോസ് 5.3യുടെ വാല്യൂ 0.55 ആണ്. ഇനി നമ്മൾ എന്തൊക്കെ എഴുതും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്, എ ഈക്വൽ ടു 5.3, കോസ് 5.3 ഈക്വൽ ടു 0.55. ഇത്രയും കാര്യങ്ങൾ എഴുതുക. വീണ്ടും നമുക്ക് മൂന്നാമത്തേലേക്ക് പോകാം. റൈറ്റ് ദി മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ആൻ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് കോസ് 2.7 ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ. കോസ് 2.7ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിൻ്റെ മെത്തേഡ് എഴുതണം. വീണ്ടും ഫംഗ്ഷൻ കോസ് എക്സ് ആണ്, അതുകൊണ്ട് ഡയറക്റ്റ് 2.7 എയ്ക്ക് കൊടുത്താൽ മതി. 2.7 കൊടുത്ത് എൻ്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ഗ്രാഫിലെ പോയിൻ്റ് ബി നോക്കുക. ബിയുടെ കോർഡിനേറ്റ്സ് 2.7ഉം -0.9 അപ്പോൾ കോസ് 2.7ൻ്റെ വാല്യൂ -0.9 ആണ്. എഴുതേണ്ട കാര്യങ്ങൾ എത്രയുമാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്, എ ഈക്വൽ ടു 2.7, കോസ് 2.7 ഈക്വൽ ടു -0.9. അപ്പോൾ ഈ ആൻസറുകൾ എഴുതുമ്പോൾ മെത്തേഡ് എഴുതുന്നിടത്ത് വേണമെങ്കിൽ നമുക്ക് എഴുതാം വൈ കോർഡിനേറ്റ് ഓഫ് ബി എന്ന് എഴുതാം. വൈ കോർഡിനേറ്റ് ഓഫ് ബി. ഇനിയിപ്പോൾ വൈ കോർഡിനേറ്റ് ഓഫ് സി കണ്ടു കഴിഞ്ഞാലും ഇതേ ഉത്തരം തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. നോക്കുക, സിയുടെ വൈ കോർഡിനേറ്റും -0.9 ആണ്. അങ്ങനെ ലാബ് 1ലെ എല്ലാ വർക്കുകളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു.